അതേസമയം കേന്ദ്ര സർക്കാർ ആർജവത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ ബിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ബിൽ ഇന്ന് ലോക്സഭയിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ പിന്നീട് രാജ്യസഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ്. ഇന്നലെ ബില്ലിൻ്റെ അവതരണാനുമതി തേടിയിട്ടുള്ള സർക്കാരിൻ്റെ വാദത്തിൽ തന്നെ ഈ ബില്ല് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നില്ല. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. അതുമാത്രവുമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിക്കും എന്നുകൂടിയാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ മേഘ്വാളും ഇതേ നിലപാട് തന്നെയായിരുന്നു സഭയിൽ ആവർത്തിക്കുകയും ചെയ്തത്. ഇപ്പോൾ പല പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന ആരോപണം എന്നത് ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള ഇടങ്ങളിൽ, അതായത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം 50% വർദ്ധിക്കുന്നതോടുകൂടി അധികാരത്തിൽ തുടരുവാൻ പറ്റുന്ന ഉപായമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വനിതാ സംവരണത്തെ മറയാക്കുന്നു എന്നുള്ളതാണ്. കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ പ്രാതിനിധ്യം കുറയും എന്ന വാദം കൂടിയാണ് ഉന്നയിക്കുന്നത്. ഈ ബില്ലിന് എതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ 5 സംസ്ഥാനങ്ങളിലെ നിലവിലെ MP-മാരുടെ എണ്ണം എന്നത് കേവലം 129 മാത്രമാണ്. അതായത് ലോക്സഭയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എന്നത് 24% താഴെയാണ്. ബിൽ പാസ്സാക്കപ്പെടുകയാണെങ്കിൽ ഈ 129 എന്നത് 165 മുകളിലേക്ക് എത്തുമെന്നും അപ്പോൾ 24% വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ സാങ്കേതികത്തെ ആണ് പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. അതായത്